നമസ്കാരം പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ വീണ്ടും ഒരു ഓഗസ്റ്റ് 15 കടന്നു വരികയാണ്. നാടുനീളെ ത്രിവർണ പതാകകൾ ഉയരും, ദേശഭക്തി ഗാനങ്ങൾ എവിടെയും മുഴങ്ങും, ഉച്ചഭാഷണികളിലൂടെ വലിയ വലിയ പ്രസംഗങ്ങൾ ഒഴുകിയെത്തും. എന്നാൽ ഓർമ്മകളുള്ള ഒരു ജനതയ്ക്ക് ഈ സ്വാതന്ത്ര്യദിനം ഒരു ആഘോഷം മാത്രമായി കടന്നു പോകാൻ കഴിയില്ല. അത് ആത്മപരിശോധനയുടെയും അതിലേറെ ശക്തമായ ചെറുത്തുനിൽപ്പിന്റെയും ദിനമാണ്. ഇന്ത്യയുടെ ആകാശത്ത് ബ്രിട്ടീഷ് യൂണിയൻ ജാക്ക് താഴ്ന്നു പറന്ന് സ്വതന്ത്ര ഇന്ത്യയുടെ അശോക ചക്രമുള്ള ത്രിവർണ പതാക വാനോളം ഉയർത്തിയപ്പോൾ അതിനു പിന്നിൽ ചോര ചിന്തിയ ഒരു തലമുറയുണ്ടായിരുന്നു. ആ സ്വാതന്ത്ര്യ പോരാട്ടത്തിലേക്ക് ഒരു തുള്ളി വിയർപ്പ് പോലും നൽകാൻ തയ്യാറാകാതിരുന്നവർ, മറിച്ച് സാമ്രാജ്യത്തിന്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് മാപ്പപേക്ഷകൾ ഒന്ന് എഴുതി നൽകിയതല്ല, 6 എഴുതി നൽകി പുറത്തിറങ്ങി അടിയനെന്ന് സ്വയം വിശേഷിപ്പിച്ചവർ, അവരുടെ പിൻഗാമികൾ ഇന്ന് ഈ നാടിന്റെ അമരത്തിരുന്ന് ദേശസ്നേഹത്തിന്റെ അളവുകോൽ നിശ്ചയിക്കുന്ന വിരോധാഭാസത്തിനാണ് വർത്തമാനകാല ഇന്ത്യ സാക്ഷ്യം വഹിക്കുന്നത്. ഏതൊരു ചരിത്രത്തെയാണോ അവർ തിരുത്തി എഴുതാൻ ശ്രമിക്കുന്നത്, ആ ചരിത്രത്തിന് ചില ഉറച്ച സത്യങ്ങളുണ്ട്. പോരാട്ട വീര്യത്തിന്റെ നെഞ്ചുറപ്പുള്ള ചില പേരുകളുണ്ട്. ആ പേരുകളെ കരിപൂശാനും ചതിയുടെയും മാപ്പപേക്ഷയുടെയും താളുകളെ തങ്കലിപികളിൽ പ്രതിഷ്ഠിക്കാനും നടത്തുന്ന ശ്രമങ്ങളെ തിരിച്ചറിയാത്ത പക്ഷം നാം തോറ്റുപോവുക നമ്മുടെ വരും തലമുറയോടായിരിക്കും. ചോരയാൽ എഴുതപ്പെട്ട പോരാട്ട ചരിത്രം നമുക്ക് പറയാൻ ഏറെയുണ്ട്. ചരിത്രം എന്നത് അധികാരം കൈയാളുന്നവർക്ക് തോന്നുമ്പോഴൊക്കെ വെട്ടിത്തിരുത്താനുള്ള ഒരു രേഖയല്ല. അത് ജനങ്ങളുടെ ചോരയാൽ എഴുതപ്പെട്ട അനുഭവങ്ങളുടെ പുസ്തകമാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ആൻഡമാനിലെ സെല്ലുലാർ ജയിലിലെ 6 അടിക്ക് 4 അടി ഇരുട്ട് മുറിയിലിരുന്ന് സർ CP രാമസ്വാമി അയ്യരുടെയോ ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെയോ അപ്പക്കഷണങ്ങൾക്ക് മുന്നിൽ നട്ടെല്ല് പണയം വയ്ക്കാതെ എന്റെ നാടിന്റെ സ്വാതന്ത്ര്യത്തിനായി എനിക്ക് തൂക്കുമരവും ഒരു പൂമാലയാണെന്ന് പ്രഖ്യാപിച്ച അനേകം വിപ്ലവകാരികൾ ഉണ്ടായിരുന്നു ഈ നാട്ടിൽ. ഭഗത് സിംഗും രാജ്ഗുരുവും സുഖദേവും തൂക്കുമരത്തിലേക്ക് നടന്നു കയറുമ്പോൾ അവരുടെ കണ്ണുകളിൽ ഭയമായിരുന്നില്ല, സ്വതന്ത്ര ഇന്ത്യയെക്കുറിച്ചുള്ള സ്വപ്നമായിരുന്നു. ഇൻക്ലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വായുവിൽ മുഴങ്ങിക്കേട്ടപ്പോൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ അടിത്തറ ഇളകി. ചന്ദ്രശേഖർ ആസാദ് തന്റെ അവസാനത്തെ വെടിയുണ്ട സ്വന്തം ശിരസിലേക്ക് പായിച്ചപ്പോൾ, ജീവിച്ചിരിക്കുമ്പോൾ ഒരു വീരങ്കിയുടെയും വെടിയുണ്ടയ്ക്കും എന്നെ തൊടാനായില്ല എന്ന ഉറച്ച തീരുമാനമായിരുന്നു ആ ചോരയിൽ ജ്വലിച്ചു നിന്നത്. സുഭാഷ് ചന്ദ്രബോസ്, നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ആ ആഹ്വാനത്തിൽ ജാതിയോ മതമോ പ്രദേശമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഭാരതം എന്ന ഒറ്റ സങ്കല്പം മാത്രമായിരുന്നു. അല്ലാമ ഇക്ബാൽ പാടിയതുപോലെ, സാരേ ജഹാൻ സെ അച്ഛാ ഹമാരാ ഹിന്ദുസ്ഥാൻ വേണ്ടി പോരാടിയ ആ മണ്ണിലാണ് ഇന്ന് മനുഷ്യനെ മതത്തിന്റെ പേരിൽ വേർതിരിക്കാനും ഒരു വിഭാഗത്തെ രണ്ടാംകിട പൗരന്മാരാക്കാനും ആസൂത്രിത നീക്കൽ നടക്കുന്നത്. ഇന്ന് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തം എന്താണ്? നമ്മുടെ ഭരണഘടന തിരുത്തി എഴുതപ്പെടുന്നു എന്നതാണ്. ഡോക്ടർ BR അംബേദ്കറുടെ നേതൃത്വത്തിൽ ഈ രാജ്യത്തെ വൈവിധ്യങ്ങളെ ഉൾക്കൊണ്ട് ജാതി മത ലിംഗഭേദമന്യേ ഏവർക്കും സമത്വം ഉറപ്പു നൽകുന്ന ആ മഹത്തായ ഭരണഘടനയാണ് ഇന്നിന്റെ ഭരണാധികാരികൾക്ക് കണ്ട കോടാലിയാകുന്നത്. ജനാധിപത്യം, മതേതരത്വം, സമത്വം എന്നീ വാക്കുപോലും അവരുടെ കണ്ണിലെ കരടാണ്. മതേതരത്വം എന്നാൽ മതമില്ലായ്മയല്ല, മറിച്ച് എല്ലാ മതങ്ങൾക്കും ഒരുപോലെ ജീവിക്കാനും വിശ്വസിക്കാനും ഉള്ള അവകാശമാണ്. ഒരു പൗരൻ എന്ത് കഴിക്കണം, എന്ത് ഉടുക്കണം, ഏത് ദൈവത്തെ ആരാധിക്കണം എന്ന് ഭരണകൂടം തീരുമാനിക്കുന്ന ഒരു വ്യവസ്ഥയിലേക്ക് രാജ്യം കൂപ്പുകുത്തുമ്പോൾ നാം തിരിച്ചറിയണം, സ്വാതന്ത്ര്യം എന്നാൽ കേവലം ഒരു പതാക മാറ്റൽ മാത്രമായിരുന്നില്ല, അത് ഓരോ പൗരന്റെയും വ്യക്തി സ്വാതന്ത്ര്യം കൂടിയായിരുന്നു. നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയത്തെ തച്ചുടച്ച് ഒരു രാജ്യം, ഒരു മതം, ഒരു ഭാഷ, ഒരു വേഷം എന്ന ഏകീകൃത ചിന്തയിലേക്ക് ജനങ്ങളെ തള്ളിവിടുമ്പോൾ ഇല്ലാതാകുന്നത് ഭാരതത്തിന്റെ ആത്മാവാണ്. ചരിത്ര പുസ്തക താളുകളിൽ നിന്ന് മുഗൾ ചരിത്രവും സ്വാതന്ത്ര്യ സമര പോരാളികളുടെ പേരുകളും വെട്ടിമാറ്റിയാൽ, പാർലമെന്റിന് മുകളിൽ പുതിയ ചെങ്കോലുകൾ പ്രതിഷ്ഠിച്ചാൽ ചരിത്ര സത്യങ്ങൾ ഇല്ലാതാകില്ല. കള്ളക്കഥകൾ കൊണ്ട് പടുത്തുയർത്തുന്ന കൊട്ടാരങ്ങൾക്ക് സത്യത്തിന്റെ ഒരു ചെറിയ കാറ്റിൽ പോലും തകർന്നു വീഴാനുള്ള ശേഷിയേ ഉള്ളൂ. നോക്കൂ, സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 8 പതിറ്റാണ്ടുകൾക്കിപ്പുറവും രാജ്യത്തെ കർഷകർ തങ്ങളുടെ അവകാശങ്ങൾക്കായി തെരുവിൽ കിടന്നു മരിക്കേണ്ടി വരുന്നു. ചോദ്യങ്ങൾ ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകരും ചിന്തിക്കുന്ന ബുദ്ധിജീവികളും രാജ്യദ്രോഹികളാക്കപ്പെടുന്നു. UAPA ചുമത്തപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെടുന്നു. വർഗീയതയുടെ വിഷവിത്തുകൾ പാവപ്പെട്ട ജനങ്ങളുടെ മനസ്സിലേക്ക് എറിഞ്ഞുകൊടുത്ത് അവരെ തമ്മിലടിപ്പിച്ച് കോർപ്പറേറ്റുകൾക്ക് നാട് പണയം വെക്കുന്ന ഒരു പുതിയ സാമ്രാജ്യത്വം ഇവിടെ കെട്ടിപ്പടുക്കുകയാണ്. സ്വാതന്ത്ര്യ സമരകാലത്ത് അതേ ഭിന്നിപ്പിച്ചു ഭരിക്കൽ തന്ത്രമാണ് ഇന്ന് സംഘപരിവാർ അജണ്ടകളും നടപ്പിലാക്കുന്നത്. അന്ന് ബ്രിട്ടീഷുകാരുടെ പാദസേവ ചെയ്തവർ ഇന്ന് അധികാരം ഉപയോഗിച്ച് ചരിത്രത്തെ തന്നെ തടവറയിലാക്കാൻ ശ്രമിക്കുന്നു. ഇതിനെ ചോദ്യം ചെയ്യാതിരുന്നാൽ വരും തലമുറ നമ്മളോട് മാപ്പ് തരില്ല. ചരിത്രത്തെ മറക്കുന്ന ഒരു ജനതയ്ക്ക് ഭാവി തന്നെ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ ഈ നാട് ഉയർത്തിയ അതേ വീര്യത്തോടെ ഇന്ന് ജനാധിപത്യത്തെയും ഭരണഘടനയെയും സംരക്ഷിക്കാനും നാം മുന്നോട്ട് വരേണ്ടതുണ്ട്. അധികാരത്തിന്റെ കസേരയിലിരുന്ന് ദേശസ്നേഹത്തിന്റെ ക്ലാസ് എടുക്കാൻ വരേണ്ട. സ്വാതന്ത്ര്യ സമരത്തിന്റെ ചൂടറിഞ്ഞ് നെഞ്ചു വിരിച്ച് ബ്രിട്ടീഷ് തോക്കുകൾക്ക് മുന്നിലേക്ക് നടന്നു കയറിയ പാരമ്പര്യമുണ്ട് ഈ നാടിന്. സാമ്രാജ്യത്വത്തിന്റെ കാൽക്കൽ തലവെച്ചു കൊടുത്ത് മാപ്പപേക്ഷയിൽ ഒപ്പിട്ട് നൽകി നാട് വിട്ടവരുടെ പിൻഗാമികൾ ഇന്ന് ഈ രാജ്യത്തിന്റെ നട്ടലളക്കാൻ വരരുത്. ഭരണഘടനയും മതേതരത്വവും ഉയർത്തിപ്പിടിക്കാൻ ഈ രാജ്യം നിങ്ങളുടെ തറവാട്ട് വകയല്ല.
ഇത് ഗാന്ധിയും അംബേദ്കറും ഭഗത് സിംഗും ചോരയൊഴുക്കി വീണ്ടെടുത്ത മണ്ണാണ്. ഈ മണ്ണിന്റെ വായുവിൽ മതേതരത്വത്തിന്റെ മണമുണ്ട്, ജനാധിപത്യത്തിന്റെ സുഗന്ധമുണ്ട്. ആ ഭരണഘടനയുടെ താളുകൾ കീറിയെറിഞ്ഞ് ഈ നാടിനെ വർഗീയതയുടെ ഇരുട്ടിലേക്ക് തള്ളിയിടാൻ നോക്കിയാൽ ഇതിനെതിരെ ഉയരുന്ന ആദ്യത്തെ മതിൽ ഈ നാട്ടിലെ സാധാരണ മനുഷ്യരായിരിക്കും. ചരിത്ര പുസ്തക താളുകളിൽ നിന്ന് ഏടുകൾ വെട്ടിമാറ്റാം, നഗരങ്ങളുടെ പേരുകൾ മാറ്റി എഴുതാം. പക്ഷേ ഈ മണ്ണിന്റെ അടിത്തട്ടിൽ ഉറങ്ങുന്ന രക്തസാക്ഷികളുടെ ഓർമ്മകളെ വെട്ടിമാറ്റാൻ ഒരു ഭരണകൂടത്തിനും കഴിയില്ല. ചരിത്രം തിരുത്താൻ വരുന്നവരോട് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ: കള്ളക്കഥകൾ കൊണ്ട് പടുത്തുയർത്തിയ കോട്ടകൾക്ക് സത്യത്തിന്റെ ഒരു ചെറിയ കാറ്റിൽ പോലും ആയുസ്സുണ്ടാകില്ല. നിശബ്ദരായിരിക്കുന്നത് നിഷ്പക്ഷതയല്ല, അതൊരു കോമാളിത്തമാണ്. നിങ്ങളുടെ മൗനം നാളത്തെ തലമുറയുടെ സ്വാതന്ത്ര്യത്തെയാണ് പണയം വെക്കുന്നത്. ചോദ്യങ്ങൾ ചോദിക്കാൻ ഭയക്കാത്തിടത്തോളവും നീതിക്കായി ശബ്ദമുയർത്തുന്നിടത്തോളവും മാത്രമേ ഈ നാട് സ്വതന്ത്രമായിരിക്കൂ. ഭയത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിയൂ, നിശബ്ദത വെടിഞ്ഞ് ഉറക്കെ വിളിച്ചു പറയൂ. സ്വാതന്ത്ര്യം എന്നത് ബ്രിട്ടീഷുകാരൻ വെച്ചു നീട്ടിയ പിച്ചച്ചട്ടിയല്ല, ചോര കൊടുത്ത് ഈ ജനത പിടിച്ചെടുത്ത അവകാശമാണ്. അതിൽ തൊട്ടുകളിക്കാൻ ഏത് കൊടികെട്ടിയ ഭരണാധികാരി വന്നാലും ഭരണഘടന കയ്യിലേന്തി ഈ നാട് തിരിച്ചു പോരാടും. ഇതും ഭാരതമാണ്, ഇവിടെ മതേതരത്വം പുലരുക തന്നെ ചെയ്യും. ഈ 80ാം സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് വെറും ഒരു ആഘോഷത്തിൽ ഒതുങ്ങരുത്. നമുക്കുറക്കെ വിളിച്ചു പറയാം: ഈ രാജ്യം ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ സ്വന്തമല്ല. ഈ മണ്ണ് ഗാന്ധിയുടെയും അംബേദ്കറുടെയും ഭഗത് സിംഗിന്റെയും മണ്ണാണ്. ഈ മണ്ണിൽ ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ വേലികെട്ടാൻ ആരെയും അനുവദിക്കില്ല. ഭരണഘടന സംരക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. പോരാടിയവരുടെ രക്തസാക്ഷിത്വം വെറുതെ ആയിട്ടില്ലെന്ന് ഉറപ്പുവരുത്താൻ മാപ്പെഴുതി നൽകിയവരുടെ പിൻഗാമികൾ തിരുത്തി എഴുതുന്ന ചരിത്രത്തിന് മുന്നിൽ സത്യത്തിന്റെ വിളക്കായി ചരിത്രത്തിന് മുന്നിൽ നമുക്ക് നിൽക്കാം. നമുക്ക് കൈകോർക്കാം. സ്വാതന്ത്ര്യം എന്നത് ലഭിച്ച ഒന്നല്ല, ദിവസേന കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാണ്. ജനാധിപത്യം വിജയിക്കട്ടെ, മതേതരത്വം പുലരട്ടെ. ഇൻക്ലാബ് സിന്ദാബാദ്, ജയ് ഹിന്ദ്. മതത്തിന്റെയും ജാതിയുടെയും പേരിൽ മനുഷ്യനെ വേർതിരിച്ചു കാണാത്ത, ഇന്ത്യയുടെ മതേതരത്വവും ജനാധിപത്യവും ഉയർത്തിപ്പിടിക്കുന്ന, ഇന്ത്യയുടെ ഭരണഘടന അതേപോലെ നിലനിൽക്കണമെന്നും സംരക്ഷിക്കണമെന്നും ആഗ്രഹിക്കുന്ന ഓരോ മനുഷ്യനും ഓരോ ഇന്ത്യക്കാരനും എന്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ.